സ്വാർത്ഥനായ രാക്ഷസൻ എന്നൊരു കഥ നിങ്ങൾ പണ്ട് കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ടാവും. ഈ കഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിദ്വേഷത്തിൻ്റെ മതിൽക്കെട്ട് എപ്പോഴാണോ പൊളിക്കുന്നത്, അപ്പോഴാണ് സ്നേഹത്തിൻ്റെ ഉദ്യാനം നിങ്ങൾക്ക് ചുറ്റും പടർത്താൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയൊരു മരത്തണലിലാണ്. രാവിലെ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും ഈ മരത്തിൻ്റെ സൗന്ദര്യവും മരത്തിൻ്റെ തണുപ്പ് നമ്മൾ ആസ്വദിച്ചു തുടങ്ങുക. ചുറ്റും നല്ല വെയിലായിരിക്കുമ്പോഴും ഈ മരങ്ങൾ കൊള്ളുന്ന വെയിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ തണൽ എന്ന് പറയുന്നത്. ആരൊക്കെയോ കൊണ്ട വെയിലുകളാണ് നമ്മളുടെ തണൽ എന്നതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ ആ കഥയിൽ പറയുന്നത് പോലെ നിങ്ങൾ സ്നേഹത്തിൻ്റെ സൗരഭ്യത്തിൻ്റെ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പകയുടെ, വിദ്വേഷത്തിൻ്റെ, കുടിപ്പകയുടെ, പ്രതികാരത്തിൻ്റെ, അസൂയയുടെ എല്ലാ മതിൽക്കെട്ടുകളും എന്നേക്കുമായി പൊളിച്ചു കളയുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് കരുത്തുറ്റ ഒരു മനസ്സുണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാവണം. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിരിക്കണം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങൾ ആരോട് പറയുന്നു, നിങ്ങൾ ആർക്കെതിരെ പറയുന്നു, നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക ബോധ്യമുണ്ടാവണം. വ്യാജ നിർമ്മിതികളിൽ വിശ്വസിക്കാത്ത മനുഷ്യരായിരിക്കണം. സ്വയം വ്യാജനായിത്തീർന്നാൽ ചുറ്റും കാണുന്നതെല്ലാം വ്യാജമായിത്തീരും. യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് കിട്ടുക. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാറുണ്ടോ എന്നതാണ് ചോദ്യം. വിദ്വേഷത്തിൻ്റെ മതിൽ കെട്ടി ഇങ്ങനെ പടുതിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ പോരാളികളെയാണ് നിങ്ങൾ ചുറ്റും കാണുന്നത്. നിങ്ങൾക്ക് അവരോട് പോരടിച്ച് കളയാനുള്ളതല്ല നിങ്ങളുടെ വിലപ്പെട്ട സമയം.